കത്തിരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ്, എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണോ മാനമൊന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങിയിട്ട് ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ്, ഈ കൊക്കത്ര കൊള്ളം കണ്ടതാ. ഈ കൊക്കിനെ ഞാനങ്ങ് കൊന്ന കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം, എല്ല് തൊണ്ടേ കുരുങ്ങരുത്. ഒരു തമാശക്കാരി പറഞ്ഞു കേട്ടല്ലോ. പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് സംസാരിക്കും? പോവില്ലേ? അതല്ല, പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. പറ, നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ചെലവാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. അല്ല, ഇതൊരു അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ കരുതല്ല റൈഡും ആയിരിക്കും. എത്ര കാലം കൊണ്ട് പറയുന്നു ഇവിടെ കിടക്കുന്ന പരിപാടിയൊക്കെ മാറ്റി നാളെ തന്നെ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണമെന്ന്. ഗ്യാസ് കണക്ഷൻ? ഇനി നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. ഇനി അതാ പറയുന്നത് സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാറില്ലേ ഇവിടെ വീട്ടിൽ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് വന്നിരിക്കുന്ന കാരണം ഒരു കല്യാണം ഒക്കെ ഒരു കരുണ കാണിയമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മയമ്മ പോയിട്ടല്ലേ? നിനക്ക് വയ്യേ? ഒന്നുമില്ല. വയ്യേ? ചൂടുവെള്ളം എടുക്കട്ടെ. ചൂടുവെള്ളം വേണം. കട്ടഞ്ഞ എടുക്കട്ടെ. കട്ടഞ്ഞ ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി, 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതി ഒരിക്കലും പിടിച്ചപ്പെട്ടോ ഇല്ലല്ലോ. തീരെ അങ്ങ് വയ്യ. കട്ടഞ്ഞ വേണ്ടമ്മ. ചൂടുവെള്ളം വേണ്ട. കട്ടഞ്ഞ വേറൊരു കാര്യം, നാളെ കുറെ ആൾക്കാരെ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങ പിടിച്ചു കൊടുക്കണം. നാരങ്ങ എവിടെ കട്ടിലടിയിലിരിക്കുന്നു? ഈ കട്ടിലടിയിലെ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. മുറുക്കാനൂടെ കൊണ്ടുവയ്ക്കും. മുറുക്കാൻ ചോദിച്ചില്ലല്ലോ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒന്നുമില്ല. മക്കൾ ഗ്ലാസ് ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ഞങ്ങൾ പോകുമ്പോ പോട്ടെ. 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 അമ്മ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ മാർഗോളൂ. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത മാറ്റിയാലുണ്ടെങ്കിൽ എക്സൈസാരും വിളിച്ചിട്ട് തോന്നിക്കും. അമ്മയുടെ സ്വഭാവം മാറ്റുന്ന എന്താ? അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ തള്ളെ ഞാൻ 7 വർഷം കൊടുത്ത് കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തട്ടി തുറക്കാതെ വരുന്നു? കോളേജ് അധ്യാപകനല്ല ഞാൻ, പാചകക്കാരൻ കുരുട്ട് വീഴും. പാലുകൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവന്നതാ. കുരുട്ട് വെച്ചാൽ നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയല്ല.
അല്ല ഒരു പൈര് വാങ്ങാനുള്ള കാശും കൂടാ. എടാ ഈ സമയമായോണ്ട് അല്ല നീ ചത്തു വീണ റീത്തിന് പോലും തരാത്തവൻ അറിയാം. മോളെ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് വിട്ടു. പോയില്ല. ഇനി എന്തുവാണ് നിനക്ക് ഇവിടെ? എന്തൊരു ചൈനോ ഉണ്ട് ഇവിടെ. ഇത് അണ്ടാവല്ലേ? എന്റെ പൊന്നു കുഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞല്ലോ നാട്ടുകാരെ കൊണ്ടുവന്ന് പറയിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ സുധാകരേട്ടാ. അയ്യോ അങ്ങനെ വിളിക്കില്ല നീ എന്നെ. അതും ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് അത്. എന്റെ അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കടച്ച് ജനലടച്ചു. ഇനി ചേട്ടന്റെ വായിടെ കടച്ചു അതും അടച്ചു. എന്തോ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ. എന്തുകൊണ്ടു? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഒരു ദിവസമായിരുന്നു. നീ ചേട്ടൻ ഒരു മാസത്തേക്ക് ജോലിക്ക് ഒന്നും പോകണ്ട. കല്യാണം കഴിഞ്ഞ തറവാട്ടി കയറിയിരിക്കുന്ന അല്ലേ നമ്മുടെ സ്വഭാവം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് വേണം. ഓളൊരു പഴഞ്ഞൊരു കേട്ടിട്ടില്ലേ? എന്തോന്നു? സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് വൈകിട്ടേ ഉള്ളൂ. അത് പറയാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ പുസ്തകം. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ ചക്ക കുത്തിയിടാൻ നോക്കിയത്
നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി? യാത്ര പറയാൻ വേണ്ടിട്ട് വന്നു. അയ്യോ അമ്മ യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാ. തറവാട്ടിലോട്ട് പോവാ? തറവാട്ടിൽ പോവാ. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മാവൻ AC ഇല്ലാതെ AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പൊ നിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം. അതിന്റെ കുറവ് ഇപ്പൊ ദിവസം കൂടെ നമുക്ക് രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. പണി പോണ് എന്റെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാം. ഇല്ല അമ്മാവന് പറ്റില്ല. AC ഇല്ലാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എന്റെ എല്ലാവരും എല്ലാവരും അങ്ങോട്ടാവും. ഞാനങ്ങോട്ടാണ്. ശരി അമ്മാവ. എന്തേലും പറഞ്ഞേ? ഇല്ല, കഥ അമ്മാവൻ അടയ്ക്കോ ഞാൻ അടയ്ക്കണം. കല്യാണം കഴിഞ്ഞ് കൊല്ലമത്തിയിൽ ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത നീ അവന്റെ തറവാട് ഇട്ടുണ്ടോ? 2 മരക്കൊമ്പും 4 റോലയും ചേർത്ത് വെക്കുന്നതാ തറവാട്. കട്ടിക്ക് വന്നിട്ട് പോയില്ലേ? AC ഇല്ലാതെ ഉറങ്ങൂല. AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ AC അതപൂർവ എന്റെ അമ്മയെ ചവിട്ടി കൊന്നതാ സുധാകരൻ. ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കുട്ടിയാൻ പോലും തുറക്കത്തില്ല. ഇത് സത്യം. അയ്യോ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് അത്. എന്റെ കുസുമം സുധാകരേട്ടാ. പുലർച്ചെ കോഴിയുടെ ഉണർത്തു പാട്ട് ഒരലർച്ച പോലെയാണ് സുധാകരന്റെയും കുസുമത്തിന്റെ കാതുകളിൽ വന്നു പതിച്ചത്. ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ സുധാകരന്റെയും കുസുമത്തിന്റെയും ദാമ്പത്യം. ആരൊക്കെ കൈവിട്ടാലും പ്രേക്ഷകരെ ഞങ്ങൾക്കുറപ്പുണ്ട്, നിങ്ങൾ അവരെ കൈവിടില്ലെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങളാണ് ഇനി സുധാകരന് കരുത്ത് പകരേണ്ടത്. നിഷ്പ്രയാസം കട്ടയും മണ്ണും ചുമക്കുന്ന സുധാകരന് സ്വന്തം പുരുഷത്വം ഒരു ഭാരമാകുമോ? അതിന് ഒരല്പം ആശ്വാസം പകരുവാൻ ഇനി കുസുമം കൂടെ ഉണ്ടാകുമോ? അതോ വിധി സുധാകരൻ നോക്കി ഇനിയും പല്ലിടിക്കുമോ? സമൂഹത്തിന് മുമ്പിൽ ആണത്തത്തോടെ തലയുയർത്തി നിൽക്കാൻ സുധാകരനാകുമോ? ഞങ്ങൾക്കുറപ്പുണ്ട് പ്രേക്ഷകരെ, നിങ്ങൾ കൈവിടില്ല എന്ന്. ഇന്ന് രാത്രി കൃത്യം സമയം പറയാൻ പറ്റാത്തത് കൊണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കാണുക നിങ്ങളുടെ സ്വന്തം ടൊറാൻഡോ മലയാള സമാജത്തിന്റെ ലൈവ് സ്ക്രീനിൽ. സുധാകരന്റെ 2ാം വരവ് അതൊരു വരവാ. സുധാകരന്റെ ആദ്യ രാത്രി നിങ്ങളെല്ലാം കണ്ടതാണ്. സുധാകരൻ ഒരുപാട് പ്രതീക്ഷകളോടെ മോഹത്തോടെ കാത്തിരിപ്പോടെ ഇരുന്ന ആദ്യ രാത്രി എല്ലാം കുളമായി പോയി. അമ്മയുടെ ഇടപെടലും പാചകക്കാരന്റെ ഇടപെടലും കാരണം സുധാകരൻ ആകെ മടുത്ത് ആദ്യ രാത്രി തുടങ്ങുമ്പോഴേക്കും പുലർച്ചെ കോഴി കൂവി. പക്ഷേ സുധാകരന്റെ ഭാര്യ പിണങ്ങിപ്പോയി. സുധാകരന്റെ ഭാര്യ ഒരിക്കലും ഇത്രയും മോശമായ ആദ്യ രാത്രി പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മയിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം കാരണം സുധാകരന്റെ ആദ്യ ഭാര്യ പിണങ്ങിപ്പോയി. പക്ഷേ സുധാകരനോട് വിട്ടുകൊടുക്കുന്നു. അതിശക്തനായി സുധാകരൻ തിരിച്ചു വന്നു. വീണ്ടും അദ്ദേഹം കണ്ടു 16 പെണ്ണുങ്ങളെ കൂടി. അവസാനം സുധാകരൻ തൻ്റെ നവവധുവിനെ കണ്ടെത്തി. തൻ്റെ 2ാമത്തെ വധുവിനെ സുധാകരൻ കണ്ടെത്തി. അതെ, സുധാകരന്റെ 2ാം വിവാഹം നടന്നിരിക്കുന്നു. ഇതാ 2ാമത്തെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി ആഘോഷിക്കുകയാണ്. സ്വാഗതം. ആദ്യ രാത്രിയാണ്. പക്ഷെ ഇപ്രാവശ്യം സുധാകരൻ മറ്റുള്ളവരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ആദ്യ രാത്രിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ലോഡ്ജ് റൂമാണ്. സുധാകരന്റെ ലോഡ്ജ് റൂമിലെ ആദ്യ രാത്രിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.
ദൈവമേ, ഈ നിമിഷത്തിൽ ഒരു റെയ്ഡും വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ. അതൊക്കെ പോട്ട് ഇത്ര നാളും എന്താ കല്യാണം കഴിക്കാൻ? അതേ, എനിക്ക് ചൊവ്വ ദോഷം ഉണ്ടായിരുന്നു. ആണോ? ചേട്ടനൊന്നും വിശ്വാസമില്ലേ? ചൊവ്വ മാത്രമല്ല ഉള്ള ദോഷം, ബാക്കി തിങ്കളും ശനി ഞായറൊക്കെ ഫ്രീ ആയി കിടക്കുകയല്ലേ. പിന്നെ താലി കിട്ടുന്ന സമയത്ത് ചേട്ടന് എന്റെ മുഖത്തോട്ട് നോക്കാത്തത്? ഇനി ട്രെയിനിൽ തലവെക്കാൻ പോകുമ്പോ ആരെങ്കിലും വരുന്നത് നേത്രാവതിയാണോ ഉള്ള എക്സ്പ്രസ് ആണോ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതായി കൊച്ചിന്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ അന്നേരം തുടങ്ങും. ചേട്ടാ, നമ്മൾ എന്തിനാ ലോഡ്ജിൽ റൂം എടുത്തത്? വീട്ടിലെങ്ങനെ സ്ഥലമില്ലായിരുന്നു? വീട് ദുഃഖമാണ് നീ, ലോഡ്ജിന്റെ സുഖപ്രദം. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എടി, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ 41 ദിവസത്തെ വ്രതം പിടിപ്പിച്ച് എന്നെ ശബരിമലയ്ക്ക് വിടാന്ന് നേർന്നിരിക്കുക. ആ അമ്മയുടെ അടുത്ത് ചെന്നാൽ അവർ എന്നെ പിടിച്ച് സാമിയാകും. അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുഖ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ കുസുമം നീ ഒരു പാട്ട് കേട്ടോ? ഇല്ല. ഞാനൊരു പാട്ട് കേട്ട്. ഈ പാട്ട് കേട്ട എന്റെ കൈലാസ കുളമാവും. പാട്ട് ജയിച്ചു. ഏതെങ്കിലും രീതി ഒന്ന് വന്നിരിക്കും. എന്തോ പറയാനാ ഫോൺ? ഹലോ ഹലോ, റിസപ്ഷനിലെ നോക്കിയുടെ ചാർജർ ഉണ്ടോ? എന്താണ് നോക്കിയുടെ ചാർജർ ഉണ്ടോ? നോക്കിയുടെ ചാർജറോ? എടാ, നിനക്ക് ഇപ്പൊ വലിയ പിന്ന് വേണോ ചെറിയ പിന്ന് വേണോ? വലിയ പിന്ന്. എടാ, ഫോട്ടോ നമ്പർ നോക്കി വിളി. ആക്സപ്ഷൻ നമ്പർ 9. എന്നാ 9 ആണെന്ന്? 9 എന്നാ എന്നാ എന്നാ? എടാ, 9 ആണെന്ന് സംസാരം കേട്ട് തോന്നുന്നില്ലല്ലോ. 9 ആണെന്ന്. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് കട്ടയും മണ്ണും ചുമക്കുന്ന സുധാകരൻ എടുത്ത മുറിയാ. അയ്യോ, സുധാകരന്റെ റൂമാണോ? എന്റെ ചേട്ടൻ, എന്റെ ഒച്ച കേട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടൻ, ഞാൻ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ചാക്കോ. നീ ചാക്കോ, സഞ്ജീവ് 50 പൈസ കൂടോ എന്തോ ആയിക്കോട്ടെ. നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ കൊണ്ട് വിളിക്കുന്നത്? സുധാകരൻ ചേട്ടൻ, എനിക്ക് ചെറിയ സംശയം. എന്താ? വീട് തൊട്ടടുത്തായിട്ട് ചേട്ടൻ എന്തിനാ ഇപ്പൊ വന്ന് ഈ ലോഡ്ജിൽ റൂം എടുത്തിരിക്കും? അതൊക്കെ ഒരു ആവശ്യമുണ്ട്. അതെനിക്കറിയാം, ഉണ്ട്. എന്റെ ഒരു കഥ ഇരിപ്പുണ്ട്. അതിന്റെ തിരക്കഥ നല്ലോണം എല്ലാവരും റൂം എടുത്തതല്ലേ. എന്നാ ഞാൻ എത്ര പെട്ടെന്ന് അങ്ങോട്ട് വരാം. എന്തിനാ? എനിക്ക് നല്ല സിനിമകളെ പറ്റിയൊരു തൊട്ട് എന്റെ കയ്യിലിരിപ്പുണ്ട്. അയ്യോ, ഞാനിപ്പൊ വെക്കറ്റ് ചെയ്തിട്ടങ്ങ് പോവും. ചേട്ടൻ എന്റെ റൂമിലേക്ക് വാ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 കൂടി അടിച്ച് പിമ്പിരിയാകാം ചേട്ടാ. നമുക്ക് 2 അടിച്ച് പിമ്പിരിയാകാന്ന്. ഓണം വന്നു, വിഷു വന്നു, അവന്റെ നമ്മൾ ഇരട്ടപ്പത്തിനെ പ്രസവിച്ചു. ഇന്ന് വെക്ക് മേടിച്ച് തരാത്തവനാ. ഇന്ന് അവൻ വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, റിസീവർ എടുത്ത് മാറ്റി വെക്കാം. അതെ, വീട്ടിൽ വിളിക്കോ? എന്റെ സ്വഭാവം തന്നെ കറഞ്ഞൂടാ. പറഞ്ഞോ, ദേഷ്യക്കാരനാണല്ലേ? അല്ല, മയ്യാടുകാരല്ല. എനിക്ക് ഇത് കേൾക്കുമ്പോഴാണല്ലേ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അതൊക്കെ പോട്ടെ. നീ എത്ര വരെ പഠിച്ചു? പഠിച്ചത് 2 അക്ഷരം. അത് തലതിരിച്ച് BA എന്ന്. എന്റെ കാണാൻ വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ചേട്ടൻ സ്കൂളിന്റെ ചിഹ്നം പോലും കണ്ടിട്ടില്ലാന്ന്. അയാൾ ചുമ്മാ പറഞ്ഞതാ. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. എന്ന് ഇലക്ഷൻ ഓട്ടിട്ടാൻ പോയിട്ട് അന്ന് വോട്ടിട്ടതിന് അടയാളം വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. കയ്യിൽ പാടല്ലോ. അയ്യോ, അപ്പൊ ചേട്ടൻ കള്ള വോട്ടിട്ടല്ലേ? 4 വിരലിൽ പാടുണ്ടല്ലോ. ഞാൻ കള്ള വോട്ടിട്ടതല്ല. പിന്നെ അമ്മ കഥക് പിടിച്ചടച്ചപ്പോ കഥകിന്റെ കൈ ഇരുന്ന് ജാമായി പോയതാ. ആണോ? അതൊന്നും പറഞ്ഞു ചെയ്യാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുഖ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. കഴിക്കാനും കുടിക്കാനും വല്ലതും വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. കഴിക്കാനും കുടിക്കാനും വല്ലതും വേണമെന്ന് ചോദിക്കാൻ വന്നതാ. കഴിക്കാനോ കുടിക്കാനോ എന്താ
വിളിച്ച് ചോദിക്കണം. അല്ലാതെ തള്ളിക്കറി ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല ചക്കര, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. റിസീവെടുത്ത് മാറ്റി വെച്ചിരിക്കുകയല്ലേ എന്റെ പൊന്നെ. ഹലോ ചേട്ടൻ, ഞാൻ ചാക്കോ. ചേട്ടൻ ഏത് റൂമില്ല? ഞാൻ ചേട്ടൻ തപ്പി നടക്കുകയാണ്. ഞാൻ എന്റെ മുതലാളിയോട് എന്നെ സമാധാനം പറയും. ഈ കാലമാടെ വന്ന ഫോൺ തന്നെ പൊട്ടിച്ച് ആ ഫോണിന്റെ പൈസ ഞാൻ തരാം. നീ എനിക്കൊരു സമാധാനം താ. ഞാൻ എന്താ സമാധാനം തരച്ചത്? കാലമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ അടുത്ത് ഇവിടെ റൂം ഒന്ന് അനുകരിക്കാൻ പറഞ്ഞോ? അനുകരിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ആദ്യരാത്രി പിച്ചിപ്പ് കൊണ്ടുപോകണം. പിച്ചിപ്പ് മുല്ലപ്പൂണ്ട് കണ്ട് പിച്ചിപ്പ് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ വെണ്ടയ്ക്കയും കളഞ്ഞ് തന്നെ കൊഴുപ്പിന് കുറവ് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഈ ആണുങ്ങൾ മൊത്തം എന്ത് ചെയ്ത് കൊടുത്താലും പരാതിയുള്ളൂ. ഇനി ഞാൻ ജീവിക്കൽ എന്തു വേണ നിനക്ക് കട്ടി വിഷയം വെച്ചോണ്ടിരിക്കുന്നത് പട്ടിയെ പോലെ കരയാതെ പോയാൽ അങ്ങോട്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, തണുത്ത വെള്ളം എന്തെങ്കിലും എടുത്താലോ? തണുത്ത വെള്ളം എന്തെങ്കിലും വേണോ കുടിക്കാനായിട്ട്? ഇങ്ങനെ വേണോ? നീ എന്റെ അമ്മയുടെ സ്വന്തക്കാരുമല്ലോ. അവർക്ക് ചൂടുവെള്ളം, നിനക്ക് തണുത്ത വെള്ളം. അല്ല, ഞാനിത് മനസ്സിന് ടെൻഷൻ വരുമ്പോ തണുത്ത വെള്ളമാണല്ലോ കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. പശ്ചിമ ജർമ്മനിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊന്നാനി വന്ന് പൊന്നാനിയോ? പൊന്നാനിയല്ല, പൊന്നാനി എടാ അയ്യ ഇവര് പോവാ മഞ്ചാണോ? എടാ പൊന്നു പോലെ, എടാ ഞാൻ ഒരു ചൂടുവെള്ളം പേടിച്ചാണ് ഇവിടെ വന്ന് ഈ റൂം സെറ്റപ്പ് ഒക്കെ എടുക്കുന്നത്. എന്നെ തണുത്ത വെള്ളത്തിൽ നോക്കി കൊല്ലരുത്. എത്ര ചോദിച്ചിട്ടും നീ ബാബു തന്നില്ല. ഓരോരുമാർ കയറി വന്നോളൂ. മണ്ടൽ മഴക്കെടുത്തിക്കാനായിട്ട് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ. അപ്പൊ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണം. അത് ശരിയാക്കി അതെ. അത് ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് തമിഴ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഡോക്ടർ കണ്ടുവച്ചതാ. ചേട്ടനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാനാ? എന്റെ അമ്മ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ സമ്മതിക്കത്തില്ല. ആ കളവിയുടെ സ്വഭാവം. അയ്യോ, ചേട്ടൻ പേടിക്കണ്ട കേട്ടോ. അമ്മയെ ഒരു മാടപ്രാവിനെ പോലെ പാതി നടന്ന് ഞാൻ അമ്മയെ കൂട്ടിലാക്കും. അയ്യോ, നീ മാടപ്രാവല്ല മതയാളിയാണെന്ന് പറഞ്ഞാലും ആ ഏരിയയിലെ പുള്ളര് ശരിയല്ല. നേരം വെളുക്കുന്നതിന്റെ തൂവല് പോയി ബാക്കിയാണൂല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഡയലോഗ് അടിച്ചോണ്ടിരുന്ന് പോയ പോക്കറിയാമല്ലോ. അതിപ്പോ ഗുരു ഇനി വയ്യ പോളെ വിട്ടു തരില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുള്ള സുഖ നിമിഷങ്ങളാണ്. എന്റെ സുഖാകരേട്ടാ ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നു. എനിച്ചിട്ട് നീ ഉറങ്ങുന്നേ? 23 വയസ്സ് വരെ ഉറക്കം തന്നെ അല്ല പണി. ഇന്ന് ഉറങ്ങണ്ട. പിന്നെ അവിടെ ഇരിക്കട്ടെ. ഓ, എന്താ പറയാ മോളു, ഇത് ഇതാരാണെന്ന് അറിയാൻ അതിന് നീ എന്നെ ശല്യപ്പെടുത്തിയാമെന്നല്ല. തണുത്ത വെള്ളം വല്ലതും വേണമെന്ന് അറിയാൻ വേണ്ടി എനിക്ക് തണുത്ത വെള്ളം. ഞാനൊരു കാര്യം ചോദിക്കട്ടോ? നീ എന്നെ ശല്യപ്പെടുത്താൻ എനിക്ക് ഈ ഹോട്ടലിലെ മുതലാളി അറിയോ? പിന്നെ എനിക്ക് ശമ്പളം തരുന്ന മുതലാളിയെ എനിക്ക് അറിയോ? നിനക്ക് അറിയോ? എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ആണോ? അയ്യോ, ഞാനൊരു വാക്ക് പറഞ്ഞതിനെ ശല്യപ്പെടുത്തി
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യത്തിലുള്ള സുവർണ്ണ നിമിഷങ്ങളാണ് ഈ എന്നെ പവിഴം സുഹൃത്തെ, എന്റെ സുഹൃത്തെ, 1ാം ക്ലാസ് തൊട്ട് എന്നോട് പഠിച്ച എന്റെ സുഹൃത്തെ, നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ സുഹൃത്താ. സുഹൃത്തെ സുഹൃത്തെ, ആ 1ാം ക്ലാസ് എന്റെ സുഹൃത്ത് ഞാനാ. നീയാണോ എന്റെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത്? നീ എവിടെയാ പഠിച്ചത്? ഞാൻ ഗവൺമെന്റ് സ്കൂൾ. എടാ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അത് 2ാം ക്ലാസ് വരെ. സത്യം പറ, അതിന്റെ പേരെന്നാ? എന്റെ പേര് സുധാകരൻ. ഇതാണ് അതിന്റെ ഭാര്യ പവിഴം. ഇവിടെ എന്നാ പരിപാടി? ഞാൻ ആദ്യ രാത്രിയാ. ആദ്യ രാത്രി. എടാ, ആദ്യ രാത്രി എന്റെ ലോകത്ത് കുട്ടികളെ സരി. ആദ്യ രാത്രിയും അവസാന രാത്രി ഞാൻ പല രാത്രികളും കണ്ടിട്ടുള്ളതാ. നിന്റെ ഉടായ്പ എന്റെ അടുത്ത് നടക്കിയല്ല, ഞാൻ പോലീസ്. അയ്യോ, ഇത് അതുപോലല്ല. കൃത്യമായിട്ട് തന്റെ ഭാര്യ, എന്റെ ഭാര്യ, സ്വന്തം ഭാര്യ. ഭാര്യയാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാധാനം എന്റെ വേഗത്തിൽ കാരണം കാര്യമില്ല. എന്റെ പേരാണ് നിന്റെ പോലീസ് വിളിക്കുന്നില്ല. പോലീസിനെ വിളിച്ച് ചിലപ്പോൾ നീ അവിടെ നിന്ന് രക്ഷപ്പെടും. നിന്റെ വീട്ടിൽ നമ്മുടെ പട്ടാളത്തിന് വിളിയാ നല്ലത്. വീട്ടിലെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഒന്നാമത് അവിടുത്തെ സമാധാനം വീട്ടിൽ നമ്മൾ പറയട്ടെ. അമ്മയുടെ നമ്പർ 97 46 65 62 60. രണ്ടുപേരും അണിഞ്ഞു പോലെ ഇപ്പൊ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. എന്റെ ലോഡ്ജിൽ വന്നിട്ട് ഹലോ ഹലോ ഒരു കാര്യം പറയട്ടെ. ഹലോ അതെ, ഞാൻ പിന്നെ ഹലോ കുഴപ്പമില്ലല്ലോ. ഇല്ല, മര്യാദ ഓടി. ഇതാ പറഞ്ഞ ചൊവ്വാദോഷ കാര്യം കെട്ടരുത് കെട്ടരുത് കെട്ടരുത്. എന്താണ് ചൊവ്വാഴ്ച ചൊവ്വാദോഷ കാര്യം ആദ്യരാത്രിയാണ്. ഞാൻ വീട്ടിൽ എന്ത് പറഞ്ഞാലും ഞാൻ വിഷത്തിന്റെ അങ്ങനെ വെച്ചിട്ട് വേദണ്ടോ? ഇനിയിപ്പൊ കേരളം എന്താ തള്ള അവരുടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഇവിടെ കിട്ടത്തില്ല. അതിനോട് നീ എനിക്കൊരു എന്താ പാട്ട് വന്നില്ല. നീ ഏറെ കൊണ്ട് വരുമാനോ പാട്ട് കേട്ടു നോക്കാൻ. ഞാൻ തരാം. ഉമ്മൻചാണ്ടി അന്നെ എന്റെ പ്രതിപക്ഷ നേതാവെന്ന് ചോദിക്കുന്നത് വന്നുല്ലേ? വരേണ്ടി വന്ന് എത്തി. ഇതെന്താ മക്കള് നിനക്ക് വല്ല കാര്യമുണ്ടോ? ആ വീട്ടിൽ കിടന്നോട്ടെ. എവിടെ നോക്കി ദൂരം വല്ല കാര്യത്തിൽ കൊണ്ടോടാ. സമാധാനം കിട്ടത്തില്ലല്ലോ ആ വീട്ടിൽ കിടന്നാൽ. എനിക്കൊരു സമാധാനം തന്നാ എന്തോ വേണം. ഇവിടെ നോക്ക്, എന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്ന കണ്ടാ. എനിക്ക് ചൂടുവെള്ളം വല്ല വേണം. ഈ ഒരു ചൂടുവെള്ളം കാരണമാണ് ഞാൻ ഈ കണ്ടു കിടന്ന് അനുഭവിക്കുന്ന മൊത്തം. മനസ്സിലായോ? ആരമ്മ എത്രയും ചൂടുള്ള വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അമ്മ തറപ്പിച്ചിട്ടിരിക്കുന്നു. ചാടാഞ്ഞത് അതിന് ചാടിയില്ലേ? അമ്മ കറുത്ത് കരിഞ്ഞു പോകില്ലടാ. എന്ത് പോകും? കറുത്ത് കരിഞ്ഞു പോകൂലേ എന്ന്. മദാമേ, എന്റെ സിംഗപ്പൂർ മദാമേ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സിംഗപ്പൂർ മദാമേ എന്ന് അറിഞ്ഞില്ല. ഞാൻ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ? 300 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന സാധനം ഹീറ്റ്. സ്വന്തമായി പ്ലഗ് കുത്ത വെള്ളം ചൂടാക്കുക, സ്വന്തമായി കുത്തി കുത്ത വെള്ളം ചൂടാക്കുക. ഇത് നിങ്ങൾ ആശയം വേണ്ട, പറയാൻ പറ്റില്ല. പോകാൻ പറ്റും. നിങ്ങൾ ഒരേ ഒരു ഉപകാരം ചെയ്താൽ മതി. കളാൻ പറഞ്ഞാൽ മതി. ഈ ഹോട്ടലിലെ മോനാണ് ഇതെന്റെ ഭാര്യയാണ്, ഞാൻ നിങ്ങളുടെ മോനാണെന്ന് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് മതി. ഇതെന്റെ മോൻ, അതിന്റെ മരുമോനാണ്. വിശ്വസിക്കാൻ കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അറിയാതെ അബദ്ധം പറ്റി. എന്റെ ആ ദേഷ്യത്തിൽ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു. സോ അഞ്ഞിക്കാരുടെ സ്ഥലത്ത് അടിച്ച് പൊട്ടിച്ചിട്ടാ പോയത്. അബദ്ധം പറ്റിയത്. സോറി. ശരി ശരി. ഒരു കാര്യം പറയട്ടെ. ഈ ചെറുക്കന് ഞാൻ ഒരുപാട് കാലം നേർച്ചയായിട്ടാണ് നോക്കി. അതുകൊണ്ട് ഇത് രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 40 ദിവസം വ്രതം എടുത്തിട്ട് ഇവർ നേരെ ശബരിമല